ഹലോ, അസ്സലാമു അലൈക്കും. ഇതെൻ്റെ വീട്ടിലുണ്ടായ തക്കാളി ചെടി കേട്ടോ. ഞാനത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അതാണ് ഞാൻ വീഡിയോ എടുത്തത്. കാരണം എന്ന് പറയുന്നത് നിറയെ ഉണ്ടായിട്ടുണ്ട് ഇപ്രാവശ്യം. ഇത്രയും ഉണ്ടാവാറില്ല. കാരണം എന്താ വെച്ചാൽ ഒന്നോ രണ്ടോ മൂന്നെണ്ണമൊക്കെ പൊട്ടിക്കും. പക്ഷേ ഇപ്രാവശ്യം നിറയെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇത് ഞാൻ തൈ വെച്ചതല്ല കേട്ടോ, തന്നെത്താൻ മുളച്ചതാണ്. ഞാൻ ഈ തക്കാളിൻ്റെ പിന്നെ കേടുന്നതൊക്കെ വലിച്ചെറിയാറുണ്ട്. അപ്പോൾ അങ്ങനെ മുളച്ചതാണ്. അവിടെ മുളച്ചപ്പോൾ ഇത് കാട്ടി ഞാൻ അതിന് മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് വളക്കെട്ട്. പക്ഷേ അതിൻ്റെ വേര് ഇവിടെ കിടക്കണം കേട്ടോ. അതിന് മുരട് ഇവിടെയാണ്. പക്ഷേ അതിങ്ങനെ വളർന്നിട്ട് അങ്ങോട്ട് എത്തിയപ്പോൾ ഞാൻ നല്ല ഈ കൊമ്പും ചില്ലൊക്കെ വെച്ച് കൊടുത്ത്. എന്നിട്ട് അങ്ങനെ ആകുമ്പോൾ പിടിച്ച് കെട്ടിയിരിക്കുകയാണ്. നോക്കുമ്പോൾ നിറയെ തക്കാളി ഞാൻ 2-3 പ്രാവശ്യം പൊട്ടിച്ചിട്ടോ. കാരണം സലാഡിനൊക്കെ നല്ലതല്ലേ. നമ്മളെ വീട്ടിലുണ്ടാവണതാകുമ്പോൾ പച്ച കഴിക്കാൻ നമുക്ക് സംതൃപ്തിയോടെ കഴിക്കാമല്ലോ. മറ്റേത് മേടിക്കണത് എന്തായാലും പിന്നെ വിനാഗിരിട്ട് കഴുകുകയൊക്കെ ചെയ്യും. എന്നാലും നമുക്ക് മനസ്സിനൊരു ഇടങ്ങേറ്. കാരണം അതിൽ വല്ല വിഷമൊക്കെ ഉണ്ടാവും തെളിക്കുന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇടക്കിടക്ക് ഈ തക്കാളി ഞാൻ തിന്ന് സലാഡിന് ഓരോന്നോരോന്നായിട്ട് പൊട്ടിക്കാറുണ്ട്. പിന്നെ കുറച്ച് ദിവസമായിട്ട് പൊട്ടിക്കാറില്ല. എന്നാൽ ഇപ്പോൾ നോക്കുമ്പോൾ നല്ല പഴുത്തിരിക്കണം. പിന്നെ ചെറുത് വേറെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. നല്ല ചെറിയത് പച്ചി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനിന്ന് എന്താണെന്നറിയാം, ഏതായാലും പിന്നെ എന്താണ് പൊട്ടിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടൊന്ന് പൊട്ടിക്കുകയാണേ. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ ഇനി കിളികളൊക്കെ വന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ രാത്രി വല്ല കിളിയോ എന്തെങ്കിലും ആവിലും ജാതി കുത്തും. അപ്പോൾ പിന്നെ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഒന്ന് എന്ത് വിചാരിച്ചു മൊത്തം പൊട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടൊന്ന് ഞാൻ എല്ലാ തക്കാളി അങ്ങനെ പൊട്ടിച്ചു. എന്തായാലും ഇപ്രാവശ്യം നിറയെ കിട്ടിയിട്ടോ. കാരണം എന്താ പറയുക, എൻ്റെ പിന്നെ ഈ ഞാനും ഈ അടുക്കളൻ്റെ തൊട്ടടുത്താണ് ഇതുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഞാൻ മീൻ കഴുകിയ വെള്ളവും കഞ്ഞിവെള്ളത്തിൻ്റെ തെളിയൊക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ അത് കാരണമാവും ചിലപ്പോൾ നിറയെ ഉണ്ടായിട്ടുണ്ടാവുക. എന്തായാലും നിറയെ കിട്ടിയിട്ടോ തക്കാളി. നമുക്ക് മനസ്സറിഞ്ഞ് സലാഡിനൊക്കെ ഉപയോഗിക്കാമല്ലോ. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. നമ്മളെ വീട്ടിലുണ്ടായത് നമുക്ക് പച്ച കഴിച്ചൊക്കെ തക്കാളിയൊക്കെ നമ്മൾ സലാഡിനൊക്കെ ഇടാമല്ലോ. വിഷമില്ലാത്ത തക്കാളി ഉണ്ടാക്കിയിട്ട് കഴിക്കണതൊക്കെ നല്ലതല്ല. നോക്കുമ്പോൾ അത് ഒരു അറിയാതെ ഒരു പച്ചത്തക്കാളിയും പൊട്ടിച്ചു കിട്ടും. നമ്മളുടെ വീട്ടിലുണ്ടായത് നമുക്ക് പൊട്ടിക്കുമ്പോൾ നല്ലൊരു മനസ്സിനൊരു സന്തോഷം തോന്നും. തക്കാളി കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. അതിൻ്റെ പച്ച ഞെട്ടിയൊക്കെ കാണുമ്പോൾ എന്തൊരു ഭംഗിയാണ് കാണാൻ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ.